അപ്പൊ ചങ്കുകളെ നമ്മുടെ ചീര കിടന്ന ഫ്ലോട്ട് കണ്ടോ? കാര്യം നാളെ ആക്കിയാലും നടക്കാത്തൊരു പരിപാടി ഉള്ളത് കൃഷിയില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നലെ അതങ്ങോട്ട് പോയി. ഇനിയിപ്പോ നമ്മുടെ പടവലം, ഇത് നമ്മളിപ്പോ പടവലം മാത്രമാ വെച്ചതെങ്കിലും നമുക്ക് ഇത്രയും സ്ഥലവും ഇത്രയും ഈ ഒരു വളർച്ചയായിരിക്കും വരുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ആ ചീരയും കൂടി ഇട്ടത് കൊണ്ടാണ് ചീര മാറിയപ്പോൾ ചെറുതാണെങ്കിലും ഒരു തങ്ക്യ അത് കിട്ടി. ഇനിയിപ്പോ നമുക്ക് ഈ പടവലത്തിനെയൊക്കെ വള്ളി കെട്ടി കയറ്റി വിടണം. ഇതുവരെ ഇത്തിരി ശ്രദ്ധ കുറഞ്ഞൊക്കെ കിടന്നയാ. ഈ ചീര കിടന്നത് കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇനി ഇവരെ നോക്കി കണ്ടുമൊക്കെ എടുക്കണം. ഇവരെ നോക്കി കണ്ടു എടുക്കുന്ന പറഞ്ഞാൽ ഈ അടിയിൽ താഴത്ത് കിടക്കുന്ന ഏറ്റവും അടിവശത്ത് നിൽക്കുന്ന ഇല, അതായത് താണ്ടേ ഇതിന്റെ ഏറ്റവും അടിവശത്ത് നിൽക്കുന്ന ഇല ഇതുപോലെ കേടുകൾ ഉണ്ടാവും. ഇപ്പൊ അതുകൊണ്ട് ഞാനും മഴ പെയ്യോ നമ്മൾ വെള്ളം കോരുകയോ ചെയ്യുമ്പോൾ ആ തണ്ടിൽ എത്തുന്നത് വരെ ഉള്ള ഇല ഇതുപോലെ കുറച്ച് പറിച്ചു മാറ്റും. അപ്പൊ ഇനിയുള്ളത് നമ്മൾ കുറെ ഭാഗങ്ങൾ ഇത് കെട്ടിക്കയറ്റി വിടാനൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇതെന്തോ ആ സമയത്ത് അങ്ങനെ ആയിപ്പോയതാ. ഇതൊക്കെ നമ്മൾ വെട്ടി വൃത്തിയാക്കി വിട്ടാ. അതുപോലെ തന്നെ ഇവിടെയും ഇതാ ഇത് ഒരു പടവലത്തിന്റെ മൂടാട്ട. ഈ വരുന്ന ഒരു മൂടിന്ന് 2 പൊട്ടലുണ്ട്. ഈ 2 പൊട്ടലും ഏതെങ്കിലും നല്ല ഒരെണ്ണം മാത്രമേ നിർത്താറുള്ളൂ ഞാൻ. അത് ഈ പാവലിന്റെ ആയാലും പടവലത്തിന്റെ ആയാലും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരെണ്ണം നിർത്തിയാ അത് നല്ല ആരോഗ്യത്തിൽ പന്തൽ വരെ അങ്ങനെ ഒരെണ്ണേ വിടും. അതിനാണ് നമ്മൾ വടിയും കുത്തിക്കൊണ്ടുവന്നത്. എന്ത് നമ്മളെ വടിയായിരിക്കുന്നത്. ഇത് ഇത്തിരി ഒടിച്ച് പറക്കിയിട്ടേ ഇത്തിരി ഒടിച്ച് ഇതിനകത്തൊരു കെട്ടലങ്ങ് കെട്ടും. ഈ പറയും പോലെ തണ്ടിനകത്ത് കൊണ്ട് കെട്ടിയാല് തണ്ട് ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഇത് വെച്ച് ആ ഒരു കുത്തിക്കൊണ്ട് നമ്മൾ പന്തലിന്റെ അളവിന് മുറിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കെട്ടും കെട്ടി ഇത് പന്തൽ വരെയും ഈ പോകുന്ന ഒരൊറ്റ വള്ളിയെ വരും. ഇതെല്ലാം കൂടെ വെട്ടി തട്ടിക്കൂട്ടി ഇനിയിപ്പം ചീര പരിപാടി തീർന്നു. ഇനി ഇതെല്ലാം ചുരണ്ടി മൂട്ടിലോട്ടങ്ങ് അടിപ്പിക്കുക. അതും നല്ലൊരു വളമാണ്. മൂട്ടിലോട്ട് അടിപ്പിച്ചുകൊണ്ട് പടവലത്തിനെ നോക്കിയെടുക്കണം. പടവലത്തിന് കുറച്ച് സൈഡിലൊക്കെ കൊടുക്കാറുണ്ട്. ഏകദേശമൊക്കെ അടയ്ക്കാമരമൊക്കെ നമുക്ക് ചൊളിങ്ങിയൊക്കെ പോയി തുടങ്ങി. ഇനി ഇതിനിടയ്ക്ക് കുറേ മരമൊക്കെ കൊടുത്തിട്ട് ഫുള്ള് അടയ്ക്കാമരമായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലുള്ള ചൊള്ളലും ഒക്കെ ഉണ്ട്. അതിനിടയ്ക്കൊക്കെ കുറച്ച് താങ്ങും വെയിറ്റും ഒക്കെ കൊടുത്ത് സൈഡും ഒക്കെ ഒന്ന് പിടിച്ച് കെട്ടി അപ്പോൾ ഇനി പടവലത്തിലോട്ട് മാറും. അപ്പോൾ ഓക്കെ.